കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റിലും സമീപത്ത് കിടന്ന മിനി ലോറിയിലും കാർ ഇടിച്ചതായി അറിയാൻ കഴിയുന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട്. നിജിൽ, എന്താണ് അപകട കാരണം എന്നതിൽ വ്യക്തതയുണ്ടോ? പരിക്കേറ്റവരുടെ നില എപ്രകാരമാണ്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നിജിൽ. ഷിബിൻ, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു സ്വകാര്യ ബേക്കറിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറാണ് നിയന്ത്രണം നഷ്ടമായി കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറിയത്. ഈ സമയം കടയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന സ്ത്രീയും പുരുഷന്മാരും ഉൾപ്പെടെ 3 പേരുണ്ടായിരുന്നു. ഇവരുടെ മുന്നിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. ഇവർക്കാണ് ഇപ്പൊ പരിക്കേറ്റിരിക്കുന്നത്. ഏകദേശം ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഇവരെ അന്നേരം തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാറ് ഓട്ടോമാറ്റിക് വാഹനമാണ്. അങ്ങനെ ഇതിന്റെ ആക്സിലേറ്ററിൽ കാലമർത്തായിരിക്കാം ഈ ഇടിച്ചു കയറിയെന്നാണ് ഒരു നിഗമനം. ഈ കാറ് ഇടിച്ചു കയറിയതിനൊപ്പം സമീപത്തുള്ള ഒരു മിനി ലോറിയിലും ഇടിക്കുകയും അതുപോലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിക്കുകയും ചെയ്തു. ആ സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റു കാരണങ്ങളൊക്കെ പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ മറ്റെന്താണ് യഥാർത്ഥ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ. ശിബി, നിജിൽ, വാഹനം ആരുടെ വാഹനമാണ്? ആരാണ് വാഹനം ഓടിച്ചിരുന്നത്? ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ടോ? ഷിബിന്, ഒരു സ്ത്രീയാണ് വാഹനം ഓടിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് അപകട കാരണം എന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ഒരു മണിക്കൂറിൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് ഇതിൽ അബദ്ധത്തിൽ ഈ ആക്സിലേറ്ററിൽ കാല് അമർന്നതാകാം കാരണം എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാരണം. ഷിബിൻ, നിജിൽ, ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില എപ്രകാരമാണ്? ഈ 3 പേർക്കും ഏകദേശം കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലും ഈ ഒരാളുടെ പരിക്കിച്ചത് ഗുരുതരമായതോടെ സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഷിബിൻ, വിവരങ്ങൾ വ്യക്തമാകുന്നു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് നിയന്ത്രണം നഷ്ടമായ കാർ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചത്. ബസ് സ്റ്റാൻഡിൽ വ്യാപാരശാലയുടെ മുന്നിൽ നിന്നും മുന്നോട്ടെടുത്ത കാറാണ് നിയന്ത്രണം നഷ്ടമായി അപകടത്തിന് ഇടവരുത്തിയത്. ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റിലും സമീപത്ത് കിടന്ന മിനി ലോറിയിലേക്കും ഈ വാഹനം ഇടിച്ചു കയറിയതായി പറയപ്പെടുന്നു. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു സ്ത്രീയാണ് വാഹനം ഓടിച്ചതെന്നും അറിയാൻ കഴിയുന്നു. അബദ്ധത്തിൽ ആക്സിലേറ്ററിൽ കാൽ അമർത്തിയതാകാം വാഹനം ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ 3 പേരെ കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിച്ചിരിക്കുകയാണ്.